വേണ്ട മോളെ. എനിക്ക് വേണ്ട. അമ്മ ആഗ്രഹിച്ച് വാങ്ങി തന്നതല്ലേ, ഒരല്പമെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അമ്മ മോൾക്ക് ആദ്യമായിട്ട് തരുന്നതല്ലേ മോളെ. ഇത്രയും വർഷത്തിനിടയ്ക്ക് അമ്മയ്ക്ക് കിട്ടാതെ പോയ സൗഭാഗ്യം. പ്ലീസ് മോളെ, കഴിക്കും. മതി, വേണ്ട. അമ്മ എന്താ കരുതിയതെന്നറിയോ? എന്റെ മോൾക്ക് എപ്പ എന്നെ കാണാൻ തോന്നുന്നോ അപ്പ വരട്ടേന്ന്. എന്നെ അമ്മയെന്ന് വിളിക്കാൻ തോന്നുന്നത് എപ്പോഴാണോ അപ്പ വിളിക്കട്ടേന്ന്. നിന്നെ ചുമന്ന എന്റെ വയറിന് ഒരിക്കലും ശാന്തമാവാൻ പറ്റില്ല. അമ്മയ്ക്കിനി വയ്യ മോളെ. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും അമ്മയ്ക്കിനി ജീവിക്കാൻ പറ്റില്ല. നിന്നെ വളർത്തുന്നവരുടെ മുന്നിൽ അമ്മ വരും. എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. മോൾ അമ്മയുടെ കൂടെ വന്നേ പറ്റും. വേണ്ട, അങ്ങോട്ടേക്കൊന്നും വരരുത്. അവരോടൊന്നും പറയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്റെ യശോദമ്മ മതി. മോളെ, എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് എന്റെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. എന്റെ മനസ്സില് നിങ്ങളെക്കുറിച്ച് ഒന്നും തോന്നുന്നില്ല. എന്നെ വിട്ടേക്ക്. ഇനി എന്നെ തേടി വരരുത്. അങ്ങനെ പോന്നു. അത് മതി, അങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അച്ഛാ, ഒന്ന് വിളിക്കായിരുന്നില്ലേ മോളെ? അയാള് വിളിക്കാൻ പോയതാ, പിന്നെ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛാ, ഞങ്ങളേ ഒരു സ്ഥലത്ത് പോയിട്ട് വരിക. മോനെ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? കുടിക്കാനൊക്കെ എടുക്കാം. എനിക്ക് എല്ലാവരോടും ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അല്ല, രാധിക എവിടെ? അവള് മ്യൂസിക് സ്കൂളിൽ പോയിട്ട് വന്നില്ല മോനെ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ മോനെ. അവളിപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? രാധികയെ കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല മുത്തശ്ശി. എന്റെ ഏട്ടൻ സന്തോഷത്തോടെ എഴുന്നേറ്റിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാ അത് രാധികയാണ്. അച്ഛനും നീതിക്ക് നമുക്ക് സമാധാനത്തോടെ സംസാരിക്കേണ്ട കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും തീവ്രമായ ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. ചിലർക്കത് നടത്താൻ പറ്റും, ചിലർക്കത് സാധിക്കാതെ വരും. സാധാരണ രീതിയിൽ പെൺകുട്ടികളുടെ മോഹം അവസാനിക്കുന്നത് വിവാഹത്തോടെയാണ്. ഭർത്താവിന്റെ കുടുംബം, അവരുടെ തീരുമാനങ്ങൾ, അങ്ങനെ അവരുടെ ജീവിതം അങ്ങ് മാറിപ്പോകും. പക്ഷേ അത്തരൊരു ചിന്താഗതിയിൽ എനിക്ക് താല്പര്യമില്ല. പ്രിയങ്ക മനസ്സിൽ കൊണ്ടു നടന്ന തീവ്രമായൊരു ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എന്റെ താല്പര്യമല്ല, നിങ്ങളുടെ സമ്മതമാണ് എനിക്ക് പ്രധാനം. രാധിക വന്നല്ലോ. പാടോ, താൻ കൂടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ.
അച്ഛൻ പേടിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ നോക്കിക്കും, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രിയങ്ക മോൾക്കൊരു കൂട്ട ആവശ്യമുണ്ട്. അതിനൊക്കെ ഇൻഡസ്ട്രിയില് ഒരുപാട് ആളുകളുണ്ട്. ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പോരാ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്റെ സഹായിയായി രാധിക മോള് കൂടെ ഉണ്ടായിരിക്കണം. എന്തിനാ അത്? എവിടെ പോയാലും ഇവളെങ്ങനെ കൂടെ വിടുന്നത്? അമ്മ ഉണ്ടായിരിക്കും. പ്രിയങ്ക മോള് പോകുന്ന സ്ഥലത്ത് എനിക്കൊരു ധൈര്യം കിട്ടണമെങ്കിൽ രാധിക മോള് അവളുടെ കൂടെ ഉണ്ടാവണം. വരുന്നു, മനസ്സിലായോ? ആ അതിനിപ്പോ എന്താ വെച്ചാ രാധികം കൂടെ പറട്ടെ, സന്തോഷമുള്ള കാര്യമില്ലേ? അല്ലച്ചാ, എനിക്ക് മ്യൂസിക് സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ? എടോ, അത് തന്റെ അനിയത്തിക്ക് വേണ്ടിയല്ലേ? ആ നമുക്കൊന്നും ബുദ്ധിമുട്ടാന്നേ. അപ്പോ നമ്മൾ ആ കാര്യങ്ങൾ തീരുമാനിച്ചു. പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്നു.